പൊന്നുരുളിയിലേക്ക് സ്വാഗതം. ഈ ഓണത്തിന് അടപ്രഥമനോ പാൽപ്പായസമോ ഒക്കെ വയ്ക്കുന്നതിന് പകരം ഒന്ന് ഡിഫറെൻ്റ് ആയാലോ? ഒരു ക്യാരറ്റ് പായസമാണ് ഞാൻ തയ്യാറാക്കുന്നത്. നല്ല അടിപൊളി സേമിയ പായസം പോലെയൊക്കെ ഇരിക്കുന്ന ഈ ക്യാരറ്റ് പായസം എളുപ്പം തയ്യാറാക്കാവുന്നതാണ്. കണ്ടു നോക്കാം. പായസം ഉണ്ടാക്കുന്ന പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് പിളർന്ന അല്ലെങ്കിൽ മുറിച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മൂപ്പിച്ചെടുക്കുന്നു. പറങ്ങേണ്ടി പരിപ്പ് പകുതി മൂക്കുമ്പോൾ അതോടൊപ്പം കുറച്ച് കിസ്മിസ് കൂടി ചേർക്കാം. ഇത് രണ്ടും പാകത്തിന് മൂത്ത് കഴിഞ്ഞാൽ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. 3 മീഡിയം സൈസ്ഡ് ഫ്രഷ് ക്യാരറ്റ്സ് നന്നായി കഴുകി തൊലി പീൽ ചെയ്ത് കളഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. പലപ്പോഴും ക്യാരറ്റ് പായസം ഉണ്ടാക്കുമ്പോൾ പീസസ് ആക്കി ക്യാരറ്റ് ഇട്ട് വേവിച്ച് അത് കംപ്ലീറ്റ് ആയി ആ പായസത്തിലേക്ക് ഉടച്ച് ഒട്ടും തന്നെ കഷ്ണങ്ങളില്ലാതെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. ക്യാരറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിടുമ്പോൾ അത് കംപ്ലീറ്റ് ആയി വെന്തങ്ങ് ഉടഞ്ഞ് കലങ്ങി പോവാതെ ചെറിയ ചെറിയ സേമിയ കഷ്ണങ്ങളൊക്കെ പോലെ പീസുകളായി ഇങ്ങനെ കിടക്കുകയും പായസം കുടിക്കുമ്പോൾ അത് ചെറുതായി ഒന്ന് വെന്ത ഈ ക്യാരറ്റ് കഷ്ണങ്ങളൊന്ന് കടിക്കാൻ കിട്ടുകയും ചെയ്യുന്നത് നല്ല ടേസ്റ്റിയാണ്. ഡ്രൈ ഫ്രൂട്ട്സ് വറുത്ത പാത്രത്തിൽ നെയ്യ് ഒരല്പം ബാക്കിയുണ്ട്. ഒരു 2 ടീസ്പൂണോ മറ്റോ നെയ്യ് കൂടെ ചേർത്ത് അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ഇട്ട് ചെറിയ ഫ്ലെയിമിൽ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് സമയമൊന്നും വഴറ്റണ്ട. നല്ലപോലെ ഒന്ന് മിക്സായി കഴിഞ്ഞാൽ അതിലേക്ക് 200 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നു. കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് നല്ലപോലെ തുടർച്ചയായി കുറച്ച് സമയം നല്ലപോലെ മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിം തന്നെ, അല്ലെങ്കിൽ ലോയിൽ നിന്ന് കുറച്ചുകൂടി മീഡിയം ഫ്ലെയിമിൽ താഴെയായി ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. മാക്സിമം 4 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതി, അല്ലെങ്കിൽ കണ്ടമാനം മധുരമായി പോകും. അതുകൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് സമയം അടച്ചു വെച്ച് വേവുകയും വേണം. തിളച്ച് തൂവി പോകാൻ പാടില്ല. ഇതുകൊണ്ടാണ് പകുതി അടച്ചു വയ്ക്കാൻ പറയുന്നത്. അപ്പോൾ ഇത്രയും നേരം കുക്ക് ചെയ്തതോടെ ക്യാരറ്റ് അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റും മണവും ഒക്കെ മാറി നന്നായി വെന്തു, പാകത്തിന് വെന്തിട്ടുണ്ട്. തീരെ അങ്ങ് ഉടഞ്ഞു പോകുന്ന പരുവത്തിൽ, കുഴഞ്ഞു പോകുന്ന പരുവത്തിലായിട്ടുമില്ല. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് പാലാണ്. ക്യാരറ്റ് പായസം പശുവിൻ പാല് അല്ലെങ്കിൽ നോർമൽ മിൽക്ക് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. തേങ്ങാപ്പാലൊന്നും ഉപയോഗിച്ച് കണ്ടിട്ടില്ല. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. അതിലേക്ക് ഈ കാണിക്കുന്ന കപ്പ് 200 ml ആണ്. അതിന് 2.5 കപ്പ്, അതായത് 500 ml പാല് ചേർക്കുന്നുണ്ട്. ഇത്രയും പാലും ചേർത്ത് നല്ലപോലെ എല്ലാം ഒന്ന് കൂട്ടി ഇളക്കുന്നു. പാല് കൂടി ഒഴിക്കുമ്പോൾ അതിലേക്ക് ക്യാരറ്റിൻ്റെ ആ നാച്ചുറലായ നിറം ഇറങ്ങി വരുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. മീഡിയത്തിൽ താഴെ ഫ്ലെയിമിൽ ആണ് ഇപ്പോഴും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് പായസത്തിൻ്റെ മർമ്മപ്രധാനമായ ഒരു സാധനമാണ് ചേർക്കാൻ പോകുന്നത്. ഏലക്ക പൊടിച്ചത്. 6 ഏലക്ക പൊടിച്ച് ചേർത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി നേരത്തെ പറഞ്ഞതുപോലെ പകുതി അടച്ച് ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയത്തിൽ കുറച്ച് താഴെയാക്കി വെച്ച് വേവിക്കുക. കുറച്ച് സമയം കഴിഞ്ഞു. നന്നായി വെട്ടി തിളയ്ക്കുന്നുണ്ട്. പാല് പതഞ്ഞ് പൊങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു കണ്ടീഷൻ ആവുന്നതിന് മുമ്പ് തന്നെ ഇളക്കാൻ തുടങ്ങാം. കുറേ സമയം ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പായസം ഇളക്കുന്ന സമയത്ത് ക്യാരറ്റ് ചെറുതായി ഒന്ന് ഉടയുന്നത് നല്ലതാണ്. എന്നാൽ മുഴുവൻ അങ്ങ് ഉടയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യരുത്. വളരെ കുറച്ച് മാത്രമേ ഇങ്ങനെ ഉടയ്ക്കാവൂ. അങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഉടയുമ്പോൾ ആ കൊഴുപ്പ് കിട്ടുകയും അതോടൊപ്പം ക്യാരറ്റിൻ്റെ ആ ഒരു ക്രഞ്ചും നമുക്ക് കഴിക്കുമ്പോൾ കിട്ടും. ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് വളരെ ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം കൂടി പാലിൻ്റെ ആ അധിക ജലാംശം ഒന്ന് കുറയുന്നത് വരെ ഒന്ന് തിളപ്പിക്കാം. നല്ല കിടിലൻ നിറവും നല്ല മണവും രുചിയും ഒക്കെയുള്ള ക്യാരറ്റ് പായസം റെഡിയാണ്. അത് ഞാൻ കുറച്ച് കുങ്കുമപ്പൂവിൻ്റെ സ്ട്രാൻഡ്സ് കൊണ്ടും അലങ്കരിച്ചിട്ടുണ്ട്. അതുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ യാതൊരു നിർബന്ധവുമില്ല. നല്ല നിറവും ആവശ്യത്തിന് മധുരവും എല്ലാമുള്ള ഈ നല്ല ക്യാരറ്റ് പായസം തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കണം. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.